CGP സമരമുഖത്തിലെ സാന്നിധ്യത്തിനപ്പുറം 2019 മുതൽ സംഘപരിവാറിന്റെ കണ്ണിലെ കരടാണ് ഐഷി ഘോഷ്. 2020-ലായിരുന്നു JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായിരുന്ന ഐഷിയെ മുഖംമൂടി ധരിച്ച സംഘപരിവാറുകാർ ക്യാമ്പസിൽ കയറി അതിക്രൂരമായി ആക്രമിച്ചത്. വർഷങ്ങൾ കഴിയുമ്പോഴും സംഘപരിവാറുകാർക്കെതിരെ ശക്തമായി വിദ്യാർത്ഥി പ്രതിഷേധത്തെ നയിക്കുന്നത് തന്നെയാണ് ഐഷി ഘോഷിനെ വേട്ടയാടുവാനുള്ള കാരണം. സംഘപരിവാർ ഐഷി ഘോഷിനെ വേട്ടയാടാൻ തുടങ്ങിയത് കേവലം CJP സമരത്തിൽ SFI ശക്തമായ പിന്തുണ നൽകിയതുകൊണ്ടോ? SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായ ഐഷി സമരത്തിന്റെ പ്രധാന മുഖമായി മുൻനിരയിൽ നിന്നതുകൊണ്ടോ മാത്രമല്ല. 2019-ൽ JNU സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റായതു മുതൽ സംഘപരിവാറിന്റെ മുഖ്യ എതിരാളിയാണ് ഐഷി ഘോഷ്. സംഘപരിവാറിനെതിരെ പോരാടുന്ന ഐഷിക്കെതിരെ ഏറ്റവും വലിയ ആസൂത്രിത ആക്രമണം ആദ്യം നടന്നത് 2020 ജനുവരി 5-നായിരുന്നു. അന്ന് രാത്രി JNU ക്യാമ്പസിലേക്ക് മുഖംമൂടി ധരിച്ചെത്തിയ സംഘപരിവാറുകാർ ഇരുമ്പ് വടികൾ കൊണ്ട് വളഞ്ഞിട്ട് ആക്രമിച്ചു. തലയിൽ തുടരെ അടിച്ചു. അന്ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഐഷി ഘോഷ് പ്ലാസ്റ്റർ ഇട്ട കൈയും തലയിലെ വെച്ചുകെട്ടുമായി നേരെ വീണ്ടും എത്തിയത് സമരവേദിയിലേക്ക്. I and one of more SFI activists, we both were together. We were trying to run with the group only, but we were singled out. 30 men gear out both of us and started hitting me on my head with iron rod. And when the other person said that nothing, please go from here, we have not done anything, then again they hit me with the iron rod. By then I started bleeding badly. അന്ന് കേരള മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഉൾപ്പെടെ ഐഷിയെ സന്ദർശിച്ച് സംഘപരിവാറിനെതിരായ പോരാട്ടത്തിൽ ശക്തമായ പിന്തുണ നൽകിയിരുന്നു. സംഘപരിവാർ ആക്രമണങ്ങളിൽ തളരാത്ത ഐഷി ഘോഷ് ഈ വർഷങ്ങളിലെല്ലാം നിരവധി വിദ്യാർത്ഥി പ്രതിഷേധങ്ങളാണ് മുൻനിരയിൽ നിന്ന് നയിച്ചത്. ഏറ്റവും ഒടുവിലാണ് മോദി സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്ന വിദ്യാർത്ഥി പ്രതിഷേധം. ഇതിലും പ്രധാനപ്പെട്ട സാന്നിധ്യവും മുഖവുമായിരുന്നു ഐഷി ഘോഷ്. ഒരു ഘട്ടത്തിൽ നിരാഹാര സമരത്തിലേക്കും ഐഷി കടന്നിരുന്നു. സംഘപരിവാറിനെതിരെ വർഷങ്ങളായി വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ നയിക്കുന്നത് തന്നെയാണ് ഇക്കാലങ്ങളിലൊക്കെ വേട്ടയാടപ്പെടാനുള്ള കാരണം. കൈരളി ന്യൂസ്, ദില്ലി.